الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ സൽഫലങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സർവശക്തനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അവൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സംഭവബഹുലമായ സാഹചര്യങ്ങളിലൂടെയാണ്, അത്തരം സാഹചര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ കനത്ത മഴയെ തുടർന്നുള്ള കെടുതികൾ
നമ്മുടെ സഹോദരന്മാർ, നമ്മെപ്പോലെയുള്ള മനുഷ്യർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വീട്ടുകാർ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നേരെ വിപരീതമായി മഴ ലഭിക്കാതെ കടുത്ത വേനൽ ചൂടിന്റെ പ്രയാസങ്ങളിലാണ് നമ്മളുള്ളത്. മഴ പെയ്യുന്നതിനെക്കുറിച്ചുള്ള സാധ്യതാ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് മഴ വ്യവസ്ഥ തെറ്റി പെയ്യുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അലർട്ടുകളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതോടൊപ്പം രാജ്യം ഒരു പുതിയ പാർലമെന്റ് ഇലക്ഷന്റെ ചൂടിലേക്ക് ഇന്നത്തോടുകൂടി പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രധാനമായും UAE-യിലും ഒമാനിലുമാണ് വളരെ വലിയ അളവിലുള്ള മഴക്കെടുതികളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൾനാശമടക്കമുള്ള വലിയ പ്രയാസങ്ങൾ അതുവഴി ഉണ്ടായി തീർന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയി പ്രവാസികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളടക്കമുള്ളവർ വലിയ പ്രയാസത്തിലും ആശങ്കകളിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടയിലെ റെക്കോർഡ് മഴ അതാണ് UAE-യിലും ഒമാനിലുമൊക്കെ വർഷിച്ചിട്ടുള്ളത്. അതിന്റെ കെടുതികളിൽ നിന്ന് മഴ സാമാന്യം ശമിച്ചുവെങ്കിലും അതിന്റെ കെടുതികളിൽ നിന്ന് മോചനം നേടാൻ വലിയ സമയമെടുക്കും. ദുബായ് എയർപോർട്ട് അടച്ചിടുന്നതുവരെയുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞത്. അവർക്ക് എത്രയും പെട്ടെന്ന് ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനവും ആശ്വാസവും നേടിയെടുക്കുവാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ്. അള്ളാഹു ആ വിധത്തിൽ അവരെ സഹായിക്കുമാറാകട്ടെ. കടുത്ത വേനൽ ചൂട് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കാലം തെറ്റുന്നു, കാലാവസ്ഥ തെറ്റുന്നു എന്നതൊക്കെയാണ് ഇതിന്റെ സൂചന. ഗൾഫിൽ പെയ്ത മഴയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതും അതാണ്. മനുഷ്യന്മാർ തന്നെ ചെയ്ത കെടുകാര്യസ്ഥതയുടെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നു, കടുത്ത ചൂട് ഉണ്ടാകുന്നു. ചൂട് ഓരോ ഡിഗ്രി വർദ്ധിക്കുമ്പോഴും 15% അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ജലം കെട്ടി നിർത്താനുള്ള, സൂക്ഷിച്ചു നിർത്താനുള്ള ശേഷി വാനലോകത്തിന് ഉണ്ടാകുന്നു. അത് കാലം തെറ്റി പെയ്യുന്നു, ദേശം തെറ്റി പെയ്യുന്നു. ഇതാണ് മഴക്കെടുതി പോലെയുള്ള, വെള്ളപ്പൊക്കം പോലെയുള്ള പ്രയാസങ്ങളിലേക്ക്, പരീക്ഷണങ്ങളിലേക്ക് മനുഷ്യരെ എടുത്തെറിയുന്നത്. അപ്പോ മഴ പെയ്യുകയാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലും നേരത്തെയൊക്കെ ഉണ്ടായതുപോലെയുള്ള കെടുതികളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകേണ്ടുന്ന സന്ദർഭം കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ നമുക്കാവശ്യമായ അളവിൽ ഉപകാരപ്രദമായ സ്വഭാവത്തിൽ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിധത്തിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാത്ത, പ്രയാസങ്ങളും കെടുതികളും വെതറുന്ന മഴയാക്കി, ശിക്ഷയുടെ മഴയാക്കി, പരീക്ഷണത്തിന്റെ മഴയാക്കി, കെടുതികളുടെ മഴയാക്കി അള്ളാഹു അതിനെ മാറ്റി തീർക്കാതിരിക്കുമാറാകട്ടെ. ഇലക്ഷൻ ചൂടിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളിലേക്ക് വരുമ്പോൾ വളരെ സവിശേഷമായ, വളരെ പ്രത്യേകതയുള്ള ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വ്യാജ പ്രചരണങ്ങളുടെ, മഹാനുണകളെക്കുറിച്ചുള്ള പരസ്യങ്ങളെക്കുറിച്ച്, അതിന്റെ സ്വാധീനത്തെക്കുറിച്ച്, അതിന്റെ അപകടത്തെക്കുറിച്ചുള്ള ഒരു സാങ്കല്പികമായ കഥയുണ്ട്. ആ കഥ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടയിൽ വണ്ടൂർ MLA അനിൽകുമാർ ഉദ്ധരിച്ചിരുന്നു.
ആ കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരാൾ കഥ തികച്ചും സാങ്കല്പികമാണ്, നമ്മുടെ വിശ്വാസത്തിന് നിരക്കുന്ന കഥയൊന്നുമല്ല. പക്ഷേ അതൊരു ഗുണപാഠം നൽകാൻ വേണ്ടിയുള്ള കഥയായതുകൊണ്ടാണ് ഉദ്ധരിക്കുന്നത്. ഒരാൾ സ്വർഗത്തിലെത്തിപ്പെട്ടു. അയാളുടെ കർമ്മഫലത്തിനും വിപരീതമായി എന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ സ്വർഗത്തിൽ അകപ്പെട്ടു. അങ്ങനെ സ്വർഗത്തിൽ ചെന്ന് ഇങ്ങനെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് സാമാന്യം സുഖകരമായി ജീവിച്ചു പോരുന്നതിനിടയിൽ മനുഷ്യന്റെ ഒരു പ്രകൃതം ഭൂമിയിലൊരു പ്രകൃതം വെച്ച് കഥാകാരൻ സങ്കല്പിച്ചതായിരിക്കും. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അത് ബോറടിച്ചു. അടിപൊളി ജീവിതമാണ്, പക്ഷേ അത് ബോറടിച്ചു. അങ്ങനെ ആ ബോറടിയുടെ സമയത്ത് അയാൾ അപ്പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ ചില ചിത്രങ്ങൾ കണ്ടു, അവിടെ ചില രൂപങ്ങൾ കണ്ടു. അത് ഒരടിപൊളി ജീവിതത്തിന്റെ ചിത്രങ്ങളാണ്. ആർത്തുല്ലസിച്ച് വളരെ ആസ്വദിച്ച് കുറെ ആളുകൾ അങ്ങനെ മദ്യചഷകങ്ങളുമായി ആട്ടും പാട്ടും നൃത്തങ്ങളുമായി ഒക്കെ അങ്ങനെ കഴിയുന്നതാണ് അദ്ദേഹം കണ്ടത്. ഇപ്പൊ സ്വർഗത്തിൽപ്പെട്ട തനിക്കില്ലാത്ത ആനന്ദം അപ്പുറത്തുണ്ടാകുന്നു എന്നത് അയാൾ അസ്വസ്ഥപ്പെടുത്തി. അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞു, എനിക്ക് അവിടെയാണ് വേണ്ടത്, ആ അടിപൊളി ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്നയാൾ ദൈവത്തോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തോട് അയാൾ വാശി പിടിച്ചു, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ദൈവം അവസാനം അതിന് സമ്മതിച്ചു, അനുമതി കൊടുത്തു. അയാൾ അങ്ങോട്ട് മാറ്റപ്പെട്ടു. പക്ഷേ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അയാൾക്ക് വേറെ അനുഭവങ്ങളാണ് ഉണ്ടായത്. കടുത്ത പീഡനങ്ങൾ, കടുത്ത ശിക്ഷകൾ, കടുത്ത ആക്രമണങ്ങൾ, ദുരിതപൂർവമായ ജീവിതം, ഇതാണ് അയാൾക്കുണ്ടായത്. അപ്പൊ അയാൾ ദൈവത്തോട് ചോദിച്ചു അത്രേ, ഞാൻ കണ്ടത് ഇതല്ലല്ലോ, ഞാൻ കണ്ട നരകം ഇതല്ലല്ലോ എന്നയാൾ ചോദിച്ചു വന്നാൽ. അപ്പൊ അയാളോട് പറയപ്പെട്ടു, നിങ്ങൾ കണ്ടത് നരകത്തിന്റെ പരസ്യമാണ്, പക്ഷേ യഥാർത്ഥ നരകം ഇതാണ് എന്നതാണ് കഥ. എന്ന് പറഞ്ഞാൽ പരസ്യം പോലെയായിരിക്കുകയില്ല യഥാർത്ഥ നരകം എന്നതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്പോൺസേഡ് പരസ്യങ്ങളിൽ കേൾക്കുന്ന സുന്ദര വചനങ്ങളും സുന്ദര വാഗ്ദാനങ്ങളുമല്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ യാഥാർത്ഥ്യം എന്നത് നമുക്ക് സംശയലേശമന്യേ ബോധമുണ്ടാകേണ്ടുന്ന സന്ദർഭമാണിത്. പല പരസ്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതുകൊണ്ട് അത് അയാഥാർത്ഥമായിരിക്കും എന്ന് നമുക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്ന പരസ്യങ്ങൾ മാത്രമല്ല, വസ്തുതകൾ നമുക്ക് വെച്ച് വിളമ്പേണ്ടുന്ന രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന മാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വിളമ്പി വെക്കപ്പെടുന്നത് ഈ രാജ്യത്തെക്കുറിച്ചുള്ള തെറ്റായ പരസ്യങ്ങളാണ്, വ്യാജ പ്രചരണങ്ങളാണ്, നുണപ്രചരണങ്ങളാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യം നരക സമാനമായിട്ടുണ്ട്. പക്ഷേ 2014 നമ്മളെ അങ്ങനെ നുണകൾ കൊണ്ട് നമ്മെ നരക ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഹിന്ദുത്വ വംശീയത അജണ്ടയാക്കിയ, അത് ആദർശമാക്കിയ, അത് ഐഡിയോളജിയാക്കിയ ഒരു സംഘം നമ്മെ ആ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ പരസ്യത്തിന്റെ തലവാചകം അച്ഛേദിൻ എന്നായിരുന്നു, നല്ല ദിനങ്ങൾ എന്നതായിരുന്നു എങ്കിൽ ആകെയുള്ള മാറ്റം ആ പരസ്യത്തിന്റെ ഇന്നത്തെ തലവാചകം മോദി കാ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്നായി മാറിയിരിക്കുന്നു എന്നതാണ്. ആ നരകത്തെ നേരിട്ട് അനുഭവിക്കുന്നവരെ പോലും മറിച്ച് വിശ്വസിപ്പിക്കും വിധത്തിലുള്ള സ്വാധീനശേഷി ഈ പരസ്യങ്ങൾക്കുണ്ട്, ഈ വ്യാജ പ്രചരണങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കുമുണ്ട്. ആ നുണപ്രചരണങ്ങളിലൂടെ ഇനി ഒരിക്കൽ കൂടി ഈ രാജ്യവും ഈ രാജ്യത്തെ ജനതയും പറ്റിക്കപ്പെടും, അല്ലെങ്കിൽ അവരെ പറ്റിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഊഴം കൂടി ഭരണത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ, ഈ രാജ്യത്തെ നരക സമാനമാക്കിയവർ, ഈ രാജ്യത്തെ ജനതയുടെ ശത്രുക്കൾ വോട്ട് തേടി ഇറങ്ങുന്നത്. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ എത്രത്തോളം ഭീഷണിയാണത് എന്നതൊരു വിഷയമല്ലെങ്കിൽ കൂടി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുയർത്തുന്ന വെല്ലുവിളിയും ഭീഷണിയും ചെറുതല്ല.
10 വർഷക്കാലം സഹിക്കേണ്ടി വന്ന നരക ജീവിതം ഈ രാജ്യത്തിന് ഇനിയും സഹിക്കാൻ കഴിയാത്ത വിധം ഈ രാജ്യത്തെ സകല മനുഷ്യരുടെയും ജീവിതം നരകതുല്യമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണിത്. ഈ അക്രമവും ഈ അനീതിയും ഈ സ്വേച്ഛാധിപത്യവും അത് നടത്തുന്ന തിന്മകളുടെ ശക്തികളുടെ നാശം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല എന്നും നന്മേച്ചുക്കളായ സകല മനുഷ്യരെയും കൊണ്ട് മുങ്ങിത്താഴാൻ പോകുന്ന, അപകടത്തിലേക്ക് പതിക്കാൻ പോകുന്ന, നരകത്തിലേക്ക് പതിക്കാൻ പോകുന്ന ഒരു കപ്പലാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ വിശ്വാസപരമായ നമ്മുടെ ബാധ്യത തന്നെയും നമ്മൾ ഓർത്തെടുക്കേണ്ടുന്ന സമയമാണ്. അന ആഖുദും ബിഹുജ്സികും അനിന്നാർ എന്നതാണ് തന്റെ ഉത്തരവാദിത്വമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം വഴി പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വെളിച്ചമേകാൻ വേണ്ടി കത്തിച്ചു വെക്കപ്പെട്ട ഒരു വെളിച്ചം, അങ്ങനെ വെളിച്ചമാണ് എന്ന് കരുതി ആ തീയിലേക്ക് പോയി പതിക്കുന്ന ഈയാമ്പാറ്റകൾ, അങ്ങനെ ആ ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യവും മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവിടെയാണ് റസൂൽ പ്രഖ്യാപിച്ചത്, എന്റെ റോൾ, എന്റെ പണി, എന്റെ ഉത്തരവാദിത്തം അന ആഖുദും ബിഹുജ്സികും. നിങ്ങൾ ഈ പരസ്യം കണ്ട് ഓടിച്ചാടാൻ പോകുന്ന ആ നരകക്കുണ്ടിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ച് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന റോളാണ് എനിക്കുള്ളത്. കപ്പലിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ, അതിൽ ഒരു താഴേത്തട്ടിൽ താമസിക്കുന്നവർ തങ്ങളെന്തിന് മുകളിലേക്ക് കയറി വെള്ളമെടുക്കാൻ വേണ്ടി മുകളിലുള്ളവരെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടണം എന്ന് കരുതി നമുക്ക് കപ്പലിന് ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ കടലിൽ നിന്ന് വെള്ളം ആ ദ്വാരത്തിലൂടെ കപ്പലിനകത്തേക്ക് വരുത്തുകയും നമുക്ക് പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കൈക്ക് പിടിക്കാൻ ആ കപ്പലിലുള്ള ബോധമുള്ളവർക്ക് സാധ്യമായില്ലെങ്കിൽ കപ്പലടക്കം മുങ്ങിച്ചാകുമ്പോൾ ബോധോദയമുള്ളവരും അല്ലെങ്കിൽ ആ തിന്മ ദ്വാരമുണ്ടാക്കാൻ കൂട്ടുനിൽക്കാത്തവരെയും കൊണ്ടാണ് ആ കപ്പൽ മുങ്ങിപ്പോവുകയെന്ന് റസൂൽ ഉദാഹരണം പറഞ്ഞത്. തിന്മകൾ അരങ്ങുവാഴുന്ന ഒരു കാലത്ത് ആ തിന്മകളെ പ്രതിരോധിക്കുവാൻ, ആ തിന്മകളെ തടയാനുള്ള വിശ്വാസിയുടെ ബാധ്യതയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. 10 വർഷക്കാലം ഉള്ള 2014 മുതൽ 2024 വരെയുള്ള ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഇന്ത്യ രാജ്യത്തെ ഭരണത്തിന്റെ ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മളെല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും പലരും വിചാരിക്കുന്നത്, ഇപ്പോഴും പലരും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ എന്നാണ്. പക്ഷേ ആഗോളതലത്തിലുള്ള വളരെ കൃത്യമായ പഠനങ്ങൾ, അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, സർവേകൾ, വസ്തുനിഷ്ഠമായ പഠനങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള ഒന്നും രണ്ടുമല്ല, വിശ്വാസ്യതയുള്ള, ക്രെഡിബിലിറ്റിയുള്ള നൂറുകണക്കിന് അങ്ങനെയുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ഇന്ന് കേവലമായ ഒരു ഇലക്ടറൽ ഓട്ടോക്രസി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യ രാജ്യമാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനം, സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന സൂചനയാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെയും അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിന് ഭരണത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഇടമായി, അതിന് സുന്ദരമായി വഴിയൊരുക്കപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മളുള്ളത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2023 പുറത്തിറങ്ങിയതനുസരിച്ച് ലോകത്തുള്ള 143 രാജ്യങ്ങളിൽ
സന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 17 രാജ്യങ്ങളുടെ മാത്രം മുന്നിൽ 126ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് എന്നതാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട്. ലോകത്ത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു രാജ്യത്തെ പൗരന്മാർ വംശീയമായി ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 162 രാജ്യങ്ങളിൽ അത് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ 8ാം സ്ഥാനത്താണ് ഈ ഇന്ത്യയുള്ളത് എന്നതാണ് 10 വർഷത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ എന്ന വലിയ പാരമ്പര്യവും മഹത്വവും ഉണ്ടായിരുന്ന ഒരു രാജ്യം നാണം കെട്ടുപോയ 10 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പ് വഴി തന്നെ അധികാരത്തിൽ വന്ന് സ്വേച്ഛാധിപത്യം 10 വർഷം അധികാരത്തിൽ ഭരണം പൂർത്തിയാക്കിയ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ആ സ്വേച്ഛാധിപതികൾ തങ്ങൾക്ക് ഒരു ഊഴം കൂടി തേടി വോട്ട് തേടി നമ്മുടെ മുമ്പിൽ വരുന്ന സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗൗരവമുള്ള ഒരു സന്ദർഭമാണ്. ഏറ്റവും അവസാനത്തെ സമയത്ത് ഈ കപ്പൽ മുങ്ങിത്താഴുന്നതിന് മുമ്പ് ഒന്ന് പിടിച്ചു നിർത്താൻ, ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി നോക്കാവുന്ന അവസാനത്തെ സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന യാഥാർത്ഥ്യത്തെ ഗൗരവപൂർവം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കയ്യിലുള്ള എല്ലാ പരിശ്രമങ്ങളും, കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഫലപ്രദമായി ഒന്നിച്ചുപയോഗിക്കേണ്ടുന്ന സന്ദർഭമാണിത് എന്ന ഗൗരവം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ദിവസം നടക്കാൻ പോകുന്ന വോട്ടിങ്ങിനെ കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛേദിൻ എന്ന പേരിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും പുലർന്നിട്ടില്ല ഈ രാജ്യത്ത് എന്ന് മാത്രമല്ല, അതിന് നേരെ വിരുദ്ധമായതാണ് ഈ രാജ്യത്ത് മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. അച്ഛേദിന്റെ ഹൈലൈറ്റിംഗ് ആയ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് പെട്രോളിന്റെ വില കുറയുമെന്നായിരുന്നു, പാചകവാതകത്തിന്റെ വില കുറയുമെന്നായിരുന്നു. നമ്മൾ നേരിട്ട യാഥാർത്ഥ്യം എന്താണ്? ഈ നരകത്തിൽ പരസ്യം ചെയ്യപ്പെട്ടതിനപ്പുറത്ത് ഈ രാജ്യത്ത് നമ്മൾ നേരിട്ടനുഭവിച്ച നരകയാതനകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിന്റെ വില വളരെ ഗണ്യമായി കുറഞ്ഞിട്ടും ആ വിലക്കുറവിന്റെ ഒരാനുകൂല്യവും, 5 പൈസയുടെ ആനുകൂല്യം പോലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ച ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം ഭരണം നടത്തിയ 10 വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. പാചകവാതകത്തിന് മനുഷ്യർക്ക് വിറകുപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഒരു കാലത്ത് പ്രത്യേകിച്ചും ആ പാചകവാതകത്തിനുള്ള വില ഇരട്ടിയായി വർദ്ധിപ്പിക്കപ്പെട്ട വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ഒരു മഹാരാജ്യത്തിന്റെ വിഭവങ്ങൾ വെച്ചും സാധ്യതകൾ വെച്ചും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് മാത്രം 20 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്ന ഒരു 10 വർഷക്കാലത്ത് 7.5 ലക്ഷമോ 8 ലക്ഷമോ മാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായ ഒരു ഗവൺമെന്റാണ് ഒരു ഭരണത്തിനുള്ള ഊഴവും കൂടി ചോദിച്ചുകൊണ്ട് വോട്ട് തേടി ഇറങ്ങുന്നത് എന്നത് നമ്മുടെ മുമ്പിൽ വേണം. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രകൃതത്തിനും സ്വഭാവത്തിനും നിരക്കാത്ത ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചുട്ടെടുക്കപ്പെടുകയും അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലമാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള വാഗ്ദാനമാണ് മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഹൈലൈറ്റ് എന്നറിയുമ്പോൾ ഏത് നരകത്തിലേക്കാണ് ഇനിയും ഒരു ഫാസിസ്റ്റ് ഭരണം നമ്മെ തള്ളിവിടുക എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ജനങ്ങൾക്ക് പ്രതിഷേധമുള്ള, ജനങ്ങൾക്ക് വിമർശനമുള്ള, ജനങ്ങൾക്ക് എതിർപ്പുള്ള, വിയോജിപ്പുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും പിന്മടങ്ങാൻ തയ്യാറല്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പ്രകടന പത്രികയുമായാണ് ധാർഷ്ട്യത്തോടുകൂടി ബിജെപി ഗവൺമെന്റ്, ബിജെപി നേതൃത്വം നൽകുന്ന
NDA സഖ്യം ഈ രാജ്യത്ത് വോട്ട് തേടുന്നത് എന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഈ ഗൗരവതരമായ സാഹചര്യത്തെ മുൻനിർത്തി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പ്രയോഗിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പോലും അവർ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരിടം എന്ന സാമാന്യ ധാരണയുടെ പുറത്ത് നമ്മൾ നമ്മുടെ വോട്ടധികാരം, വോട്ടവകാശം ഉപയോഗിക്കുന്നതിൽ അമാന്തം കാണിക്കരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. കാരണം കേരളത്തിന് പുറത്ത് സാഹചര്യങ്ങൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞത് എന്നത് നിരീക്ഷിച്ചാൽ സംഗതിയുടെ അപകടം നമുക്ക് മനസ്സിലാകും. നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകിച്ചും വേണ്ടത്ര രാഷ്ട്രീയ അവബോധമില്ലാത്ത ഒരു ജനത വോട്ടിംഗ് അവകാശം ഉപയോഗപ്പെടുത്തുമ്പോൾ സംഭവിക്കുക എന്നാണ് എന്ന് ചോദിച്ചാൽ അവരെപ്പോഴും ട്രെൻഡിന്റെ കൂടെയാണ് സഞ്ചരിക്കുക. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരിയ പ്രതീക്ഷ പരസ്യ പ്രചാരണങ്ങളിലൂടെ വരുത്തി തീർക്കാനായാൽ വോട്ട് നേടാൻ കഴിയും എന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ വർഗീയ ഫാഷിസത്തെ പ്രതിരോധിക്കുന്ന ഒരുത്തനും ഈ തെരഞ്ഞെടുപ്പിലല്ല, വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് മുമ്പിൽ താൻ ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ പറ്റുന്ന അത്ര വോട്ടിംഗ് ശതമാനം ഉണ്ടാകാൻ പോലും നമ്മൾ അനുവദിച്ചുകൂടാ എന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ പോകുന്ന മതേതര പക്ഷത്തുള്ള സ്ഥാനാർത്ഥിക്ക് നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന ഭൂരിപക്ഷത്തിനായി കൂട്ടിക്കൊടുക്കുന്ന ഓരോ വോട്ടും ഫാഷിസത്തെ തകർക്കുന്ന മാർഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർത്തുവെക്കുക. അതുകൊണ്ട് ജുമുഅയൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ, ജുമുഅ ഒഴിവാക്കിയും വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഫത്വകൾ വന്നിട്ടുള്ളത് ഈ വോട്ട് അത്രയും പ്രധാനമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അത് കേട്ടിട്ട് ആരും ജുമുഅ നഷ്ടപ്പെടുത്താൻ നിയ്യത്ത് വെച്ചിട്ട് വോട്ട് ചെയ്യാമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അടുത്ത വെള്ളിയാഴ്ച നമുക്കെല്ലാവർക്കും ജുമുഅ നമസ്കാരം നിർബന്ധമാണ്. ആ നിർബന്ധമായ ജുമുഅ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായി, വളരെ സൗകര്യപൂർവ്വം വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ ഒരു നാട്ടിലുണ്ട് എന്നത് നമ്മൾ മനസ്സിൽ വെക്കുക. രാവിലെ മുഴുവൻ ഉച്ചവരെ കടന്നുറങ്ങിയിട്ട് ജുമുഅയുടെ നേരത്ത് വോട്ട്, ഏതായാലും ജുമുഅ ഒഴിവാക്കിയാലും പ്രശ്നമില്ല എന്ന് ഫത്വണ്ടല്ലോ എന്ന് കരുതിയിട്ട് വോട്ടിന് പോകാൻ നിൽക്കണ്ട. അങ്ങനെ ജുമുഅ ഒഴിവാക്കി വോട്ടിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ട് ജുമുഅക്ക് വേണ്ടി ജുമുഅയുടെ ദൈർഘ്യം നമ്മൾ കുറക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. ആ ഒരു അരമണിക്കൂർ കഴിച്ചാലും ബാക്കി 12 മണിക്കൂറിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ അനുവദിക്കപ്പെട്ട സമയത്തിൽ നമുക്കെല്ലാവർക്കും സൗകര്യപ്രദമായി വോട്ട് ചെയ്യാവുന്ന സാഹചര്യം നമുക്ക് നിശ്ചയിക്കപ്പെട്ട വോട്ടിംഗ് ബൂത്തുകളിൽ ഉണ്ടാകും എന്നതാണ്. 6 മണിക്കെങ്കിലും വോട്ടിങ്ങിന് ക്യൂ നിൽക്കുന്ന വരിയിലേക്ക് നിങ്ങൾ കയറി നിന്നാൽ 7 മണി കഴിഞ്ഞാലും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമേ ആ ബൂത്ത് ക്ലോസ് ചെയ്യുകയുള്ളൂ എന്നത് തെരഞ്ഞെടുപ്പ് വ്യവസ്ഥകളിലും ചട്ടങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജുമുഅ നഷ്ടപ്പെടുത്താതെ തന്നെ, എന്നാൽ വോട്ടിങ്ങിന്റെ ഗൗരവം അത് വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ദിവസം ഫാഷിസത്തിനെതിരെ നമ്മുടെ ഒരു വോട്ട് രേഖപ്പെടുത്താനുള്ള നമ്മുടെ രാഷ്ട്രീയ ബാധ്യതയെ, ഒരു വേള നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയെ നമ്മൾ നിർവഹിക്കണമെന്ന് വളരെ സവിശേഷമായി ഈ സന്ദർഭത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു അപകടത്തെയാണോ നമ്മൾ ഈ സന്ദർഭത്തിൽ മുന്നിൽ കാണുന്നത്. നമുക്കിങ്ങനെ വെള്ളിയാഴ്ചയിൽ വോട്ട് ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് പോലും സൃഷ്ടിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഏതൊരു ഇസ്ലാം വിരുദ്ധ ഭരണത്തിന്റെ ഫലമായിട്ടാണോ, ആ അപകടത്തിൽ നിന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക്, ഈ രാജ്യത്തെ മുഴുവൻ ജനതക്കും രക്ഷ നേടാനുള്ള വഴിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം, അതിനുള്ള സൗകര്യം, അതിനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി തീരുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. اللهم انصرنا على الهندوس المتطرفين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابه. اللهم أنزل على المجرمين بأسك الذي لا يرد عن القوم المجرمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس، فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.